നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യൂറോപ്പ് ചുട്ടുപൊള്ളുകയാണ്. യൂറോപ്പ് ഭൂഖണ്ഡത്തിന്റെ ജീവരക്തമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഡാന്യൂബ് നദിയിൽ ഉഷ്ണതരംഗവും വരൾച്ചയും മൂലം ജലനിരപ്പ് റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയതാണ് തെക്ക് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. കുറച്ചാഴ്ചകളായിട്ട് യൂറോപ്പിൽ അതികഠിനമായിട്ടുള്ള ചൂടാണ് രേഖപ്പെടുത്തുന്നത്. പലയിടത്തും മരണങ്ങളും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സെർബിയ, ക്രൊയേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന നദീഭാഗങ്ങളിൽ വെള്ളം നൂറുകണക്കിന് മീറ്ററുകളോളം ഉൾവലിഞ്ഞതോടെയാണ് പച്ച ചെളി നിറഞ്ഞ കുളങ്ങളായി മാറിയ നിലയിലാണ് പ്രധാന ഹാർബറുകളെല്ലാം. നൂറുകണക്കിന് ചരക്ക് കപ്പലുകളും ബോട്ടുകളും കരയ്ക്കടിഞ്ഞതും പുഴയുടെ നടുവിൽ അപ്രതീക്ഷിതമായ ഒരു കൂറ്റൻ മണൽത്തിട്ടകൾ തെളിഞ്ഞു വന്നതും കേവലം ഒരു പ്രാദേശിക ജലക്ഷാമമല്ല, മറിച്ച് ഭൂഖണ്ഡത്തെ ആകെ വിഴുങ്ങുന്ന കാലാവസ്ഥാ ദുരന്തത്തിന്റെ വ്യക്തമായ സൂചനയാണെന്ന് രാഷ്ട്രീയ പരിസ്ഥിതി നിരീക്ഷകരും വിലയിരുത്തുന്നു. യൂറോപ്പിലെ വ്യാപാര ഇടനാഴികളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന അന്താരാഷ്ട്ര നദീപാതയിലാണ് ആഴ്ചകളായി തുടരുന്ന ഉഷ്ണതരംഗവും കടുത്ത വരൾച്ചയും കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. സെർബിയയിലെ വടക്കൻ നഗരമായ നോവി സാദിയിലെ മരീനകളിൽ ബോട്ടുകൾക്ക് നീന്താൻ പോലും വെള്ളമില്ലാത്ത ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നു. ആഴമേറിയ ഭാഗങ്ങളിൽ പോലും വൻകിട ചരക്ക് പടവുകൾ ചലനമറ്റ അവസ്ഥയിലാണ്. അതിരൂക്ഷമായ ചൂട് കാരണം വെള്ളം ആവിയായി പോകുന്നതിന് നിരക്ക് വർദ്ധിച്ചതാണ് നദി വറ്റി വളരാൻ പ്രധാന കാരണം. നദീതടങ്ങളിലെ മണ്ണും പാറക്കൂട്ടങ്ങളും പൂർണ്ണമായും പുറത്തു വന്നതോടെ കപ്പൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും തടസ്സപ്പെട്ട മട്ടിലാണ്. ഈ വൻ പ്രതിസന്ധി സെർബിയയുടെ ഊർജ ആവശ്യങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിച്ചു തുടങ്ങി. ആഴക്കുറവ് കാരണം ചരക്ക് കപ്പലുകൾക്ക് അവയുടെ യഥാർത്ഥ ശേഷിയുടെ 30 മുതൽ 40% വരെ മാത്രം ഭാരം ചുമന്നുകൊണ്ട് മാത്രമേ നദിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇതോടെ സെർബിയയിലേക്കുള്ള ജൂലൈ മാസത്തിലെ ഇന്ധന ഇറക്കുമതി ആകെ ലക്ഷ്യമിട്ടതിന്റെ 25% താഴേക്ക് പതിച്ചതായി രാജ്യത്തെ ഊർജ മന്ത്രി ദുബ്രാവ് ഡിജോഡോവിച്ച് വ്യക്തമാക്കി. നദീമാർഗമുള്ള ഇന്ധന കൽക്കരി നീക്കം നിലച്ചാൽ രാജ്യത്തെ വ്യവസായ മേഖലയും വൈദ്യുതി ഉൽപാദനവും വരും ദിവസങ്ങളിൽ കൂടുതൽ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങും. ഡാന്യൂബ് നദിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ദുരന്തത്തിന്റെ വ്യാപ്തി. ഡാന്യൂബിന്റെ കൈവഴികളും പ്രധാന നാവിക പാതകളുമായ ടിസ, സാവ എന്നീ നദികളിലും ജലനിരപ്പ് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് താഴ്ന്നിരിക്കുന്നത്. ഇത് മേഖലയിലെ മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിതോപാധിയെ പൂർണ്ണമായും തകർത്തു. വിനോദസഞ്ചാര ബോട്ടുകൾ സർവീസ് നടത്താനാകാതെ നങ്കൂരമിട്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും നദീതീരത്തെ ജൈവ വ്യവസ്ഥയെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന കാര്യത്തിൽ വൻ ആശങ്കയാണ് ശാസ്ത്രലോകം പങ്കുവെക്കുന്നത്. സാധാരണഗതിയിൽ സാവ നദിയുടെ ആഴങ്ങളിൽ മുങ്ങി നിൽക്കേണ്ട കല്ലുകളിലും പാറക്കൂട്ടങ്ങളിലും നിന്നാണ് പ്രാദേശിക പരിസ്ഥിതി പ്രവർത്തകർ ഈ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. നദി വറ്റിവരേണ്ടതോടെ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞുപോയ ദുരന്ത ശേഷിപ്പുകൾ വീണ്ടും ഉപരിതലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ക്രൊയേഷ്യൻ അതിർത്തിയിൽ 1937 മുതൽ മുങ്ങിപ്പോയ ഒരു ഭീമൻ ചരക്ക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ വെള്ളത്തിന് പുറത്തു വന്നതാണ് ഇതിലൊന്ന്. കിഴക്കൻ സെർബിയയിൽ 2ാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് സേനയുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ ജർമ്മൻ നാവികസേന തന്നെ സ്വയം തകർത്ത യുദ്ധക്കപ്പലുകളുടെ തുരുമ്പെടുത്ത വൻ അവശിഷ്ടങ്ങളാണ് വെള്ളത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപകടകരമായ രീതിയിൽ നദിയിൽ ഉടനീളം നിരന്നു നിൽക്കുന്ന ഇത്തരം യുദ്ധാവശിഷ്ടങ്ങൾ കപ്പൽ ഗതാഗതത്തിന് ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്.